മുറപ്പെണ്ണിന്റെ കല്യാണമാണ്. അറിയാമോ? അഞ്ജന. അവൾ യഥാർത്ഥത്തിൽ അഞ്ജനയല്ല, വഞ്ചനയാണ്. ആ വഞ്ചനയാണ് എന്നോട് കാണിച്ചോണ്ടിരിക്കുന്നത്. സത്യം പറയല്ലോ, ഞാനും അവളോട്ട് സ്നേഹത്തിലായിരുന്നു. അവൾ ഒരു പൂക്കി ചെറുക്കനെ കണ്ടപ്പോഴത്തേക്ക് എന്നെ ഉപേക്ഷിച്ചിട്ട് അവനെ കല്യാണം കഴിക്കാനായിട്ട് പോയിരിക്കുവാണ്. പക്ഷേ ഞാൻ അങ്ങനെ വെറുതെ വിടുമെന്നൊന്നും വിചാരിക്കണ്ട. ഇവളുടെ കല്യാണം ഇന്ന് ഈ പന്തലിൽ നടക്കുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പടക്കം ഉണ്ടല്ലോ കഴുത്തിലിട്ട് ഇവിടെ നിന്ന് കത്തിച്ച് ഞാൻ ഇവിടെ നിന്ന് പൊട്ടിത്തെറിക്കും. അത് ഞാൻ തീരുമാനിച്ചിട്ടുള്ള കാര്യമാണ്. അല്ലേലും അങ്ങനെ വെറും കൈയോടുകൂടി ചാകണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല. ഇതെന്താണെന്ന് അറിയാവാ? ഈ സംഭവം ഞാൻ ഇവിടെയുള്ള ഭക്ഷണത്തിനകത്ത് കലക്കും. പിന്നെ ഇവിടെ കല്യാണത്തിന് വന്ന ആൾക്കാർ മൊത്തം ബാത്റൂമിന്റെ വാതിക്ക് ക്യൂ നിൽക്കേണ്ടി വരും. ഞാൻ കാണിച്ചു തരാം ഞാൻ ആരാണെന്ന്. നമസ്കാരം നമസ്കാരം. ഇത് ആരൊക്കെയാ? ഇടത്തുനിന്ന് രാജമ്മയും വിജയമ്മയും ഒക്കെ എത്തിയല്ലോ. അല്ല ഞാനേ നിങ്ങളെ വീട്ടിൽ മാത്രമല്ലേ ഞാൻ കല്യാണം പറഞ്ഞോളൂ. പഞ്ചായത്ത് മൊത്തത്തോടെ വന്നാ ഇത് അറിഞ്ഞിരുന്നെങ്കിൽ എന്റെ മോളെ കല്യാണം ഞാൻ ഇടത്തോ പഞ്ചായത്ത് വെച്ച് നടത്തേനെ. അത് നിങ്ങൾ ഉറപ്പായിട്ട് നടത്തും. അത്രയ്ക്ക് ഇരപ്പയാണ് നിങ്ങൾ. പറഞ്ഞ പിന്നല്ലാതെ എടാ ഇതെന്തോന്നാ കാണിച്ചു വെച്ചേക്കുന്ന? എടാ പെണ്ണ് താലി കെട്ടുമ്പോ പൊട്ടിക്കാനുള്ള പടപ്പെടുത്തുന്ന കഴുത്തി വെച്ചിരിക്കുന്ന. ഇത് താലി കെട്ടുമ്പോ പൊട്ടിക്കാൻ വേണ്ടിട്ട് തന്നെയാണ് ഞാൻ എന്റെ കഴുത്തി ഇട്ടോണ്ടിരിക്കുന്നത്. താലി കെട്ടുന്നു, ഞാൻ ഇവിടെ നിന്ന് പൊട്ടിത്തെറിക്കുന്നു. ചെയ്യും ഞാൻ. ശരിയാ, ഞാൻ ഒരു പാഴ്മരം തിരക്കൊണ്ട് നടക്കുവായിരുന്നു ഇത് പൊട്ടിക്കാൻ വേണ്ടിട്ട്. ഇപ്പൊ ഒരു പാഴ്മരം തരി കിട്ടി. അത് ശരി. അപ്പൊ ഞാൻ പാഴ്മരമായില്ലേ? ഞാൻ പാഴ്മരം, നിങ്ങളൊരു അച്ഛനാണ്. ഇടത്തുനിന്ന് ആൾക്കാർ വന്ന് ഇരിക്കുന്നു. എന്റെ മോള ഞാൻ സ്കൂളിൽ കൊണ്ട് ചേർത്തപ്പ അവിടെ സർട്ടിഫിക്കറ്റിൽ എന്റെ പേര് എഴുതി ഒപ്പിട്ട് വെച്ചിരിക്കുകയാണ് ഞാൻ. അത് മാത്രമല്ല കല്യാണ ലെറ്റർ എന്റെ പേരുണ്ട്, ഒപ്പുണ്ട്. ആവശ്യമില്ല പറഞ്ഞുണ്ടാക്കരുത് പറഞ്ഞിട്ടുണ്ട്. അതല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് നിങ്ങളുടെ മോളോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ എന്നെ കൊണ്ട് കെട്ടിച്ചേന്. എടാ എനിക്ക് എന്റെ മോളോട് സ്നേഹം കൂടുതലുകൊണ്ടാണ് നിന്നെ കൊണ്ട് കെട്ടിക്കാത്തത്. കെട്ടിക്കാത്തത് എനിക്ക് എന്തോ കുറവുള്ളത്. നിനക്ക് രാവിലെ ഒരു വൈകുന്നേരം കുടിച്ചും പെടുത്ത് നടക്കുന്നത് നിന്റെ പെണ്ണിന് എങ്ങനെയാണ് കടിച്ചു തരുന്നത്? ഞാൻ കുടിച്ചും പെടുത്തും നടക്കുന്നത്. ചുമ്മാ ആവശ്യമില്ലാത്ത വർത്താനം പറയുന്നത്. ഇവിടെ വാറ്റാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് എന്റെ ഉച്ചിയിൽ കാലം വെച്ച് വാറ്റി പൈപ്പ് വെച്ച് കുടിച്ചോണ്ട് നടന്നവനാണ് ഞാൻ. കണ്ടുപിടിച്ചവൻ പറയണ ഇത് മാജിക് എന്ന്. അപ്പൊ ഞാനൊന്ന് ചോദിച്ചോട്ടെ, മാമൻ അത്രയ്ക്ക് നല്ല ആളാണെന്നാണ് പറഞ്ഞോണ്ടിരിക്കുന്നത്. എനിക്കത് കുഴപ്പം. കൊറോണ സമയം വൈറ്റമാണെന്ന് പറഞ്ഞിട്ട് വിനാഗിരി എടുത്ത് കുടിച്ച് ആശുപത്രിയിൽ വയറ് കഴുകി കിടന്നപ്പ ഞാനേ ഉള്ളായിരുന്നു വന്ന് കൂട്ടിരിക്കാനായിട്ട്. ഓർക്കണം. നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, ഇത് പടക്കം പൊട്ടിച്ച് ഞാൻ ഇവിടെ ആത്മഹത്യ. പടക്കം പൊട്ടിച്ച് ആത്മഹത്യ? നീ എന്ത് വേണ ചെയ്. എന്റെ മോളെ കല്യാണമായിട്ട് എനിക്ക് 2 പെഗ് പോലും അടിക്കാൻ പറ്റാതെ ഞാൻ ഇവിടെ കിടന്ന് ഭ്രാന്തെടുക്കുന്നു. സന്തോഷം വേണ്ടേ സന്തോഷം. പെഗ്ഗാ? അത് ഏത് സാധനം? അത് മിലിറ്ററി. ചുമ്മാ മിലിറ്ററി ഒന്നും അല്ല. ഓടാ കേശവ പട്ടാളത്തിന് മേടിച്ചെന്ന് തോന്നുന്നു. എന്നാ പിന്നെ പൊട്ടിത്തെറിച്ച് ചാകാം. ഒരെണ്ണ എനിക്ക് കൂടെ ഒഴിച്ചു. കുഴപ്പമില്ല. കാരണവന്മാർക്ക് കൊടുക്കണ്ടേടാ. കാരണവന്മാർ ഇന്നേ വരെ എനിക്ക് ഒരു പെഗ് മേടിച്ചു തന്നിട്ടില്ല. ഇല്ല, ഞാനെന്തിനാണ് ഇത് കാരണവന്മാർക്ക് കൊടുക്കുന്നത്? എനിക്ക് ആകെ പെഗ് തന്നിട്ടുള്ളത് മാമനാണ്. മാമൻ ചത്ത് കഴിയാൻ നേരത്ത് വേണമെന്നുണ്ടെങ്കിൽ ഒരു തുള്ളി ഞാനിട്ട് തരാം, പേടിക്കട്ടെ. ഒരു മര്യാദ എന്ന് പറഞ്ഞ ഒരു സാധനം വേണം. ഒരു മര്യാദ എന്ന് പറയുന്ന ഒരു സാധനം. ഒരു മര്യാദ വേണ്ടേ? ആഡിറ്റോറിയത്തിൽ ഒരു പ്രാവശ്യം ഒന്നാമത്തെ പന്തി കയറിയിരുന്ന് കഴിച്ചു, 2ാമത്തെ പന്തി കയറിയിരുന്ന് കഴിച്ചു, 3ാമത്തെ പന്തിയിലിരുന്ന് കഴിച്ചേച്ച് പാഴ്സലും പൊഞ്ഞെടുത്തിട്ട് പപ്പടം പൊടിച്ച് പോക്കറ്റിട്ടാൽ ചോദിക്കണ്ടേ? അയ്യോ മാഷേ, ഉത്തരവാദിത്തപ്പെട്ട ഒരാളില്ല ഈ ആട്ടോറിയത്തിൽ കല്യാണം. ആഹാരത്തിന്റെ കാര്യം ഒരു മര്യാദ വേണം. ഒരു മനുഷ്യൻ കഴിക്കുന്നതിന് ഒരു മര്യാദ വേണം. നമുക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഒരു കല്യാണത്തിന് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടോ മനസ്സിലാക്കണോ? വിഷയം ഉണ്ടാക്കണ്ട. അയ്യോ ശോഭ അറിയാതെ ഞാൻ ഇന്ന് വരെ. ശോഭ ആരാ? ഭാര്യ അറിയില്ലെന്ന് ഇവിടെ ആരും വരില്ല. ഇവരെല്ലാം കല്യാണത്തിനല്ലേ? ആണല്ലേ? ഞാൻ തന്നെ എന്റെ ഭാര്യ അറിയാതെ കഴിക്കണത്. എന്നാലും ശോഭ അറിയാതെ ഒരു ശോഭ അറിയില്ല. അല്ലെന്നെ ഒരു മര്യാദ എന്ന് പറയുന്ന ഒരു സാധനം. ഞാനേ ഒരു വിട് പോട്ടെ, അത് വിഷയം വിട്. അല്ല പപ്പടം പൊടിച്ചു പോല്ല മാഷേ, അത് വിട്, അത് അവിടെ വിട്. മനസ്സിലായില്ല എനിക്ക്, എങ്ങോട്ട് മനസ്സിലായില്ല. ഒരു മര്യാദ എന്ന് പറയുന്ന ഒരു സാധനം, വേണം. 3 പ്രാവശ്യം പന്തിൽ നിന്ന് കഴിച്ചിട്ട് പപ്പടം പൊടിച്ച് പോക്കറ്റ് ഇടുക എന്ന് വെച്ചാൽ അതെന്തൊരു മോശം പരിപാടി. അത്രയ്ക്ക് ആരാ തീറ്റിപ്രാന്തം? അല്ല അത് വിട്. ആരാ? മനസ്സിലായില്ല. ആരാ? ഇപ്പൊ 2 പേർക്കും എന്നെ മനസ്സിലായില്ല. ഇല്ല മനസ്സിലായില്ല, അതല്ലേ ചോദിച്ചത്. ഒരു പെഗ്ഗുടെ വഴി. ശോഭ അറിയാതെ. ശോഭയൊന്നും അറിയത്തില്ല. അടി അപ്പൊ ഇനി പറ ആരാന്ന്? ഇനി ആരായിരുന്നു? 2 പേർക്കും അപ്പൊ എന്നെ മനസ്സിലായില്ല. പണവും പത്രാസും കല്യാണമൊക്കെ ആയപ്പോ നമ്മളെ മറന്നു. മനസ്സിലായില്ല? അല്ല അങ്ങനെയല്ല. അങ്ങനെ ഇല്ല, ഞാൻ ഈ കാര്യം ചോദ്യം ചെയ്തതിന് വരില്ലേ എന്നെ അറിയില്ല എന്ന് പറയുവാണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല, ഞാൻ പൊക്കണം. നമ്മളെ വിഷയമില്ല. അല്ല നന്ദി ടീച്ചറെ,
LIC നമ്മള് LICക്ക് ഞാൻ വരുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. പിന്നെ അടുത്തുപോലെ തന്നെ PTA മീറ്റിംഗിന് ഞാൻ ഉണ്ടാവും അവിടെ. കഴിഞ്ഞ സത്യം പറ, എങ്ങനെ ഇവിടെ വന്നു? പോലീസിനെ വിളിച്ച് നല്ല ഇടി അടിപ്പിക്കും. പറ. വെളുപ്പാങ്കാലത്ത് RKI ബസിന്റെ സൈഡിൽ ഇരുന്ന് പോകുമായിരുന്നു. ഒരു ആർച്ചിന്റെ രണ്ട് സൈഡിൽ രണ്ട് കരിക്ക് കൊല ഇങ്ങനെ കെട്ടി വെച്ചേക്കുന്നുണ്ട്. ഒരു സ്വാഗതം എന്നുള്ള ബോർഡും കണ്ടു വന്നു. മനസ്സിലായില്ല. ആരാ നീ? പറയടാ, നീ എവിടെ നിന്ന് വന്നടാ? പറയടാ, എവിടെ നിന്ന് വന്നു നീ? കള്ളച്ചോറുണ്ടാനായിട്ട് വന്നതായിരുന്നല്ലേ? ആരാ നീ? നിന്റെ സ്ഥലം എവിടെ? പറയടാ. പുനലൂർ എവിടാ? എവിടാ? തൂക്കുപാലം. പുനലൂർ തൂക്കുപാലം. പുനലൂര് തൂക്കുപാലത്ത് തവൻ. പുനലൂര് തൂക്കുപാലത്ത് നവൻ. പുനലൂര് തൂക്കുപാലത്ത് തവൻ. പുനലൂർ തൂക്കുപാലം പുള്ളിയാണ് പണിഞ്ഞ്. പിന്നെ ഇങ്ങനെയാണ് ചാടുന്നത്. എനിക്കറിഞ്ഞൂടാ. തൂക്കുപാലത്തിൽ എവിടെയാണ് താമസിക്കുന്നത്? തൂക്കുപാലത്തിന്റെ അവിടെ നിന്ന് താഴോട്ട് പോകുമ്പോഴേ ഒരു ടാറ്റർ റോഡില്ലേ? അത് കൊണ്ടവിടെ മെറ്റു നിർത്തിയേക്കുന്ന വെട്ടിലിട്ടില്ലേ? വെറ്റിലിട്ടുണ്ട്. താറിട്ടിട്ടില്ലേ? ഇട്ടില്ല. ഞാനാ നിന്റെ പഞ്ചായത്ത് മെമ്പർ. അല്ല പിന്നെ അല്ല, ഇവിടെ റൈറ്റ് സൈഡിലെ വീട്. റൈറ്റ് സൈഡില് നാദസ്വര വിദ്വാൻ ഗോപി മാഷിന്റെ മൂത്ത മോനോ? അതെ. പണ്ട് തേങ്ങ വെള്ളം തരാത്തന്നെ ഒളിച്ചോടിയ സുജീന്ദ്രൻ. എന്റെ ഗോപി മാഷിന്റെ മോനാണ് നീ. അച്ഛനറിയോ? പിന്നെ നാദസ്വര വിദ്വാൻ ഗോപി മാഷ് എന്റെ മാഷിന്റെ മോനാണ് നീ. അബദ്ധം പറ്റിയതാ. അല്ല, അബദ്ധം പറ്റിയല്ല. അമ്മ 15 പവ അങ്ങോട്ടിട്ട് കെട്ടിയതല്ലേ? അബദ്ധം പറ്റിയതല്ല. അയ്യോ, അതല്ല. പിന്നെ എനിക്ക് അബദ്ധം പറ്റിയതായിരുന്നു. ഞാനേ ആ ഭാഗത്ത് എല്ലാ വീട്ടിലും കല്യാണം പറഞ്ഞു. നിങ്ങളെ വീട്ടിൽ മാത്രം കയറിയില്ല. പക്ഷെ എന്നാലും സന്തോഷമുണ്ട്. വിളിച്ചില്ലെങ്കിലും നീ വന്നല്ല. അല്ല, വിളിച്ച കല്യാണത്തിന് ഞാൻ വരൂല. വിളിക്കാതെ വന്ന് തിന്നുന്ന രുചി ആ വിളിച്ച കിട്ടൂല. അത് കിട്ടൂല. അത് വേറൊരു ടെൻഡൻസിയാണ് ആ സാധനം. അങ്ങനെ ഇങ്ങനെ ഒരു പമ്മി ഒരു കഴിപ്പാണ്. അത് കിട്ടൂല. ഇവിടെ ഏതാ കൊച്ചുങ്ങൾക്ക് പായസം കിട്ടാതെ കരയുവാന്ന് തോന്നുന്നു. അല്ല, അത് അവിടെ എന്ത് പറ്റി? എന്ത് ബഹളം? എന്താ കരയുന്ന കാര്യം? എന്താ ഇരിക്കുന്ന എന്റെ മാമന, ആ മണ്ഡപത്തിൽ ഇരിക്കുന്ന എന്റെ മുറപ്പെണ്ണാണ്. സത്യം പറഞ്ഞ അവിടെ ഞാനാണ് അവളുടെ കൂടെ ഇരിക്കേണ്ടത്. തണുക്കുന്ന ഇല്ല. പിന്നെ എന്തിനാ ഈ അടുപ്പിന്റെ അടുത്ത് വന്നിരിക്കണം? അവിടെ ഇരുന്നൂടെ എനിക്ക്. അല്ലെന്ന്. പിന്നെ അവളിപ്പോ വേറൊരുത്തരെ കെട്ടാൻ പോയി. ഞാൻ മുറച്ചെറുക്കനാണെന്ന് പറഞ്ഞിട്ട് അവൾക്ക് വിശ്വാസമാവുന്നില്ല. മുറ പറഞ്ഞു കൊടുക്കണം. നീ മുറ പറഞ്ഞിട്ട് അവൾക്ക് മനസ്സിലാവുന്നില്ല. മുറച്ചെറുക്കനാണെങ്കിൽ ബന്ധം പറഞ്ഞു കാരണം അതാണ് ചെയ്യേണ്ടത്. അല്ല, അത് സംഭവം ബന്ധം അറിഞ്ഞൂടാ. ഞാൻ ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഇങ്ങോട്ട് വന്നല്ലോ. നീ എന്തിനാ ഈ ഡ്രസ് എടുത്തിട്ടാ? വേറെ ഡ്രസ് ഒന്നും കിട്ടും. അല്ല, സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പണ്ട് സിനിമയിലൊക്കെ കണ്ടിട്ടില്ല. അതായത് പെട്ടെന്ന് കല്യാണ ചെറുക്കം വരത്തില്ല, അല്ലെങ്കിൽ എവിടെയെങ്കിലും ബ്ലോക്കി കിടക്കുന്നു, അതുകൊണ്ട് വരാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാവും. അങ്ങനെ ഒരു അവസ്ഥ വന്ന് ഏതെങ്കിലും പെണ്ണിന്റെ അച്ഛൻ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. എന്റെ മോളിലെ കല്യാണം ഇന്ന് മുടങ്ങും, എനിക്ക് അറ്റാക്ക് വരുന്നു, അവളെ കല്യാണം കഴിക്കാൻ ഈ കൂട്ടത്തിൽ ആരും ഇല്ലേ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഒരു രക്ഷകന്റെ റോളിൽ ഞാൻ വന്നിട്ട് പറയും, ഞാൻ തയ്യാറാണ്, ഞാൻ കെട്ടിക്കോളാം. അങ്ങനെ ഒരു ചാൻസ് ഉണ്ടാകണോ? ജയൻ സാർ മരിച്ചത് അറിഞ്ഞായിരുന്നു? മലയാള സിനിമ നടൻ ജയൻ സാർ മരിച്ചറിഞ്ഞായിരുന്നു? മരിച്ചോ? പത്രത്തിലൊന്നും കണ്ടില്ലല്ലോ. ജപിച്ച് കെട്ടിക്കണം ചരടാണ്. പൊക്കോ അങ്ങോട്ട് പോ. നിങ്ങൾ മുറച്ചെറുക്കനാണെങ്കിൽ പെങ്കുച്ചിനെ കെട്ടിച്ചു കൊടുത്തൂടെ? പറയത്തക്ക മുറയൊന്നുമില്ല, അകന്ന ബന്ധമാണെന്ന്. പുള്ളിക്ക് ഒരെണ്ണം ഒഴിച്ചു കൊടുക്ക്. ഇപ്പൊ എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല. ഗോപി മാഷിന്റെ അല്ല, ഞാന് വേണ്ട. ശോഭ അറിയാതെ കുടിയങ്ങാട്ട് ആണല്ലേ എന്നെ അടി. എന്ത്? ജോൺസൺ മാഷിന്റെ ഇഞ്ചിക്കറി. ജോൺസൺ മാഷിന്റെ ഇഞ്ചിക്കറിയാ? ജോൺസൺ മാഷിന്റെ പാട്ടല്ലേ? അയ്യോ, ആ ജോൺസൺ മാഷല്ലേ? പിന്നെ ഇവിടെ പാചകത്തിന് വരുന്ന ജോൺസൺ. ഞാൻ മാഷ് എന്താണ് വിളിക്കുന്നത്. അടിപൊളിയായിട്ട് ഇഞ്ചിക്കറി ഉണ്ടാക്കി നല്ല സൂപ്പർ ഇഞ്ചിക്കറി ഒന്ന് കഴിച്ചു നോക്കിയാൽ സൂപ്പറല്ലേ? ഇത് മാത്രമല്ല, സ്റ്റീവൻ ദേവസിന്റെ പച്ചടി ഉണ്ട്. സ്റ്റീവൻ ദേവസ്യ പച്ചടിയാ? ഫ്യൂഷൻ അല്ലേ സ്റ്റീവൻ ദേവസ്യ? അയ്യോ, ആ സ്റ്റീവൻ ദേവസ്യ അല്ലെന്ന്. നീ മാഷിന്റെ പാചകക്കാരന്റെ സഹായി ഉണ്ടല്ലേ, സ്റ്റീവനും ദേവസ്യയും കൂടെ അവരൊരു അച്ചാർ ഉണ്ടാക്കുന്നുണ്ട്. അതാണ് അത് കഴിക്കണം. അതെ, എനിക്കൊരു സംഭവം പറയാനുണ്ട്. നിങ്ങൾ എന്തെങ്കിലും സംസാരിക്കുന്ന ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ പൂവമ്പഴം പോലെ ഒരു ചെറുക്കല്ല. നിങ്ങൾ അവിടെ ഈ മറ്റേ ഈ ആരെങ്കിലും ഉണ്ടോ പാചകക്കാരെന്ന് വെച്ചാൽ നമ്മളവിടെ ഒരു കൃഷ്ണൻകുട്ടി, പുള്ളിയുടെ പാചകമാണ് പാചകം. പ്രഥമൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ പ്രഥമം വായിലേക്ക് പുള്ളിയുടെ മുഖം. പേരെന്തായിരുന്നു? സുജീന്ദ്രൻ ചേട്ടാ. ഞാൻ പൂവമ്പഴം പോലെ ഒരു ചെറുക്കനല്ലേ? ഞാൻ പറഞ്ഞു, അതായത് കറികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് കള്ളസദ്യ കറികളില്ലേ, ഞാൻ പൂവമ്പഴം പോലെ ഒരു ചെറുക്കൻ. ഞാൻ കൊലക്കട നടത്തുമല്ലോ, നീ പൂവമ്പഴം കൊണ്ട് ഇങ്ങോട്ട് പറഞ്ഞു. നീ എന്തിന് പൂവമ്പഴം എന്റെ അടുത്ത് പറയേണ്ട കാര്യം? ഒരു കാര്യം പറഞ്ഞോണ്ടിരിക്കുമല്ലേ? അത് കൊള്ളല്ലോ. എന്റെ ഒരു സങ്കടം ഞാൻ ഒന്ന് പറയാൻ നിന്നപ്പോഴത്തേക്ക് എന്റെ അടുക്ക് അങ്ങനെയല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് നീ ഒരു പെക്കടിക്കുന്ന എനിക്കൊന്ന് കാണണം. കാര്യം പറഞ്ഞു തരുമ്പോ അല്ല, അവിടെ എന്താ ഇറങ്ങാൻ പോകുന്നത്? അയ്യോ, എന്റെ മോൾ ഇറങ്ങാൻ പോണു. എന്റെ മോനെ പടി ഇറങ്ങാൻ പോണു. ഞാൻ പടി ഇറങ്ങാൻ പോണു. പിന്നെ കല്യാണം കഴിഞ്ഞ ആഴ്ച പെണ്ണ് കൊണ്ട് അവളവിടെ നിന്നാ പിന്നെ
എന്നെ ആദ്യമായിട്ട് എന്നെ അച്ഛാന്ന് വിളിച്ചെന്റെ മോളാണ് എന്റെ മോൾ. പിന്നെ അച്ഛാന്ന് വിളിക്കണ്ടേ, പിന്നെ അമ്മച്ചീന്ന് വിളിക്കാൻ പറ്റും. അപ്പൊ നിങ്ങളൊരു ബ്ലൗസ് ഒക്കെ ഇട്ടോണ്ട് നിൽക്കേ, അമ്മച്ചീന്ന് വിളിക്കണമെങ്കിൽ അതല്ല അങ്ങനെ വിളിക്കണ്ടേ. അതല്ല, പിന്നെ ഞാൻ നല്ലോണം പഠിപ്പിച്ചു, അവൾ നല്ലോണം പഠിക്കുകയും ചെയ്തിട്ട് നല്ലോണം പഠിപ്പിച്ചിട്ടല്ലേ പെണ്ണ് പഠിച്ച, പിന്നെ എന്തിനാ കിടന്ന് കരയുന്ന? അവർ നല്ലോണം പഠിപ്പിച്ചിട്ടല്ലേ കരയുന്ന, പിന്നെ എന്തിന്? നല്ലൊരു അച്ഛന്റെ വേദന പറഞ്ഞാണ്. വേദന എന്തോന്നു? അപ്പുറത്തേക്കുന്ന അതാരാണ് ആ പച്ച സാരി കൊടുത്തിരിക്കുന്നത്? അത് ബോംബെന്ന് വന്നതാണ്. ബോംബെന്നാ? പിന്നെ ബോംബെന്ന്, അതേ വനിതകളുടെ ഡോൺ. വനിതകളുടെ ഡോൺ പൊടിച്ചി പൊടിച്ചിയാ? അന്നത് കരപ്പം പിടിച്ചിട്ടുണ്ട്. വനിതകളുടെ ഡോൺ ഇടാൻ പറ്റിയ പേര് പൊടിച്ചി, വരാൻ പറ്റിയ അസുഖവും കരപ്പൻ. സന്തോഷം. ആ അതാണല്ലേ ഇപ്പുറത്തേക്കുന്ന അത് സുനിത. സുനിത സുനിത എന്ന് പറഞ്ഞ ആയ സമയത്ത് സുന്ദരി എന്ന് പറഞ്ഞ എവള് എന്നെ വേണമെന്ന് പറഞ്ഞ് ഒറ്റക്കാരി നിന്നോളാം. സുനിത അല്ല, എന്താ സംഭവം? എന്താ വായിലൊരു പ്രാണി പോയി. മറ്റേ അതാരാ ചുരിദാർ ഇട്ടിരിക്കുന്നത്? അത് നീല ചുരിദാർ. ആ നീല ചുരിദാർ. അവളെ ചൂണ്ടി കളിക്കുന്നത് അവള് ഭാര്യയല്ലേ? ആരാ ഭാര്യ? അവളെ ചൂണ്ടി കളിച്ചപ്പാ ഉള്ള മൂട് പോയില്ലേപ്പാ. നിങ്ങളുടെ എന്റെ ഭാര്യയെ കണ്ടിട്ട് കാണിക്കുന്നത് അത്രയും നോക്കി നിന്നിട്ട് അവള് പറയുന്ന കാര്യം തരും. അവളെ മോഹൻ തന്നെ നീ കോണം വരും എനിക്ക് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ഭാര്യ? പിന്നെ അവൾ അവിടെ തന്നെ വന്നു. നിങ്ങൾ അന്വേഷിക്കുന്നതോ അവരെ അന്വേഷിക്കുന്നത്? നിങ്ങൾ ഞാൻ പോയിട്ട് വരാം. എല്ലാം കൊണ്ട് ഇവിടെ നോക്കിക്കോട്ടെ അവനെ. ഭാര്യ കണ്ട ഒരു പേർക്ക് എനിക്കൂടെ ഒഴിക്കണം. സാമ്പാർ എടുത്ത് ഞാൻ മുഖത്തൊഴിക്കും. പൊക്കോടെ അല്ലേ മുമ്പ് ഇത് പോ. എടാ ചെറുക്ക ഒരു പെക്ക് ഒഴിയടാ. അങ്ങനെ വെക്കൊന്നും തരത്തില്ല. എന്നെ എന്തൊക്കെയാ പറഞ്ഞത്? കൊലക്കച്ചവടം അല്ലേ? കൊലക്കച്ചവടം. ഓമ്പടം പോലെ ചെറുക്കെന്ന് പറഞ്ഞപ്പോ കൊലക്കച്ചവടം. എന്തോന്ന് ചെറുക്കനടാ ചെണുക്കേ. നോക്കിയാണ് മണ്ടത്തിരിക്കണേ. ഒരു രസമില്ല കാണാനെന്ന്. നോക്കിയാണ് ആ പെണ്ണുമായിട്ട് ഒരു ചർച്ചയില്ല. ആ ചുമ്മാ അതിന്റെ ചുരിദാർ എടുത്തിട്ടേക്കണ ഷർവാണിയൊക്കെ ഇട്ട് നീ എന്ത് രസോടാ. ഞാനാ? പിന്നെ ആ ഒരു രസമില്ല. ആ പെണ്ണിന് ചേരുന്ന നീയാണ്. ആ പെങ്കൊച്ചിന് സത്യം നീ നിന്നാണ് ചേരുമ്പടിയാണ് ആ പെങ്കൊച്ചിന്. നീ കൊള്ളത്തില്ലല്ലേ? എന്തിനു വെള്ളാടാ? ഒഴിക്കാതിരിക്കെ ഇത് തന്നെയാണ്. അവൻ കൊള്ളത്തില്ലല്ലേ? ആര് പറഞ്ഞു? ഡീസന്റ് ചേർക്ക. നീ എന്തിനു ഉള്ളാടാ? നിന്നെ കൊള്ളൂല. അവൻ ഡീസന്റ് ചേർക്കെ. അതെന്നാ വൃത്തികെട്ട പരിപാടി പറഞ്ഞത്? അവനെന്തോ കുഴപ്പം, അവൻ നല്ലതല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ചോ. എനിക്ക് കല്യാണം കഴിക്കണമെന്നൊരു ആഗ്രഹമില്ലേ? എന്റെ മുറപ്പെണ്ണി ഞാൻ കല്യാണം കഴിക്കണം കൂടെ നിൽക്കാവും. ഇത് പറയേണ്ട വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും. നീ വെറും ആടാ സംസാരിക്കേണ്ട കാര്യമുണ്ട്. നീ അത് സെന്റിമെന്റ്സ് പുള്ളി വരുമ്പോ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് സംസാരിക്കുമ്പോ നീ വന്ന് പറയണം. ഒരു ഒറ്റ ഡയലോഗ് അടിച്ചാൽ മതി. എന്തുവാ? സ്നേഹിക്കാൻ ഒരു മനസ്സും താലോലിക്കാൻ രണ്ട് കയ്യും എനിക്കുണ്ട്. പറയാൻ പറ്റൂ? സ്നേഹിക്കാൻ ഒരു മനസ്സും താലോലിക്കാൻ രണ്ട് കയ്യും. ഇത് പറയാൻ പറ്റൂ? പറഞ്ഞോളാം. പറയാമല്ലോ. പറയാം. വേറെ വിഷയമൊന്നുമില്ലടാ. ഞാൻ ഡീസന്റ് ആയി ക്ലിയർ ആക്കിയിട്ടില്ലേ? സ്നേഹിക്കാൻ ഒരു മനസ്സും. എന്റെ പൊന്നു മാഷേ, അവിടെ പെണ്ണിനെ ചെറുക്കാൻ വെച്ച് ഫോട്ടോ എടുപ്പ്. പിന്നെ ഫോട്ടോ എടുക്കണ്ടേ? ക്യാമറ വെറുതെ പാടാ കൊടുത്താ അതെടുക്കട്ടെ. ഞാൻ പറഞ്ഞു എന്റെ മാഷിന്റെ മോൻ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അതിനും ഒരു കാര്യം. മറ്റേ സംഭവം സ്നേഹിക്കാൻ ഒരു മനസ്സ്, താലോലിക്കാൻ രണ്ട് കൈകൾ. അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ മാമ, ഓ സ്നേഹിക്കാൻ ഒരു മനസ്സും ലൗലോലിക്കൊക്കെ രണ്ട് കൈകളും എനിക്ക് കെട്ടിച്ചേർത്തൂടെ? ലൗലോലിക്കല്ല, പുളിഞ്ചിക്കാക്കി രണ്ട് കാല്. ഇതാണോ ഞാൻ പറഞ്ഞത്? ലൗലോലിക്കാന്നാണ് പറഞ്ഞത്? ഇല്ലല്ല, നിങ്ങൾ പറഞ്ഞതല്ലേ ഞാൻ ഇവിടെ പറഞ്ഞത്. അല്ല, ഇവ പറഞ്ഞ കറക്റ്റ് ആണ്. ഈ ലൗലോലിക്ക എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ലൗലോലിക്ക ചെറുതാണ്. ഗുജറാത്തിൽ ഈ ലൗലോലിക്ക വരും. അത് ശകലം കൂടെ വലുതാണ്. ഈ ലൗലോലിക്ക നമ്മൾ ഗോവയെ കയറ്റി വിടും, ഒത്തിരി കൂടെ വലുതാവും. വല്ല ആവശ്യം കാര്യങ്ങൾ വല്ല ആവശ്യം ഉണ്ടായിരുന്ന കൊച്ചൊരു ലൗലോലിക്ക കൊടുത്തപ്പോ അത് പരന്തേക്കാക്കി തിരിച്ചു തരും. പറഞ്ഞു പോയത് കാര്യം പറഞ്ഞ എന്റെ കല്യാണം നടക്കത്തില്ല. എനിക്ക് അറിഞ്ഞുകൂടാ. ഗോപി മാഷിന്റെ മോനെടുത്ത് നീ ദേഷ്യപ്പെടുന്ന അതല്ലേ? നമ്മൾ ക്ഷണിക്കാതെ പോലും വന്ന മനുഷ്യനാണ്. നീ ദേഷ്യപ്പെട്ട കാര്യം തന്നെ. മാഷിയപ്പാ, നമുക്ക് കുടുംബക്കാരുണ്ട്, ഫോട്ടോ എടുക്കണം. അവരെല്ലാം അപ്പുറത്ത് അവിടെ ആവശ്യമില്ലാത്ത ആവശ്യമില്ലാത്ത വിഷയങ്ങൾ അപ്പൊ എനിക്ക് മനസ്സിലായി. വന്നവനും നിന്നവനൊക്കെ ഒന്നിച്ച സ്ഥിതിക്ക് ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഞാൻ തന്നെ ഈ കഥയിലെ വില്ലൻ. അങ്ങനെ ഇവിടുത്തെ ഒരു കല്യാണം അങ്ങനെ ഇതായിട്ട് സെറ്റപ്പായിട്ട് നടക്കാന്ന് അവർ വിചാരിക്കണ്ട. എന്തായാലും നമ്മുടെ സ്റ്റീഫൻ ദേവസിയുടെ ഇതിനകത്ത് തന്നെ ആദ്യം കലക്കിയിട്ട് ഇവിടെ ഇപ്പൊ ഇവര് വന്നവര് തന്നെ ഞാനിത് കൊടുക്കും. ഒരു മനുഷ്യന്റെ കാര്യം സന്തോഷം. എല്ലാവർക്കും ഫോട്ടോ എടുക്കാൻ ഞാൻ വേണമെന്ന് ചോദിച്ചു. ഗോപി മാഷ അത് ഞാൻ അറിയാതെ നേരത്തെ എന്തൊക്കെയോ സംസാരിച്ചതാണ്. കുഴപ്പമില്ല, അടിക്കൂ, അടിച്ചോളൂ. തന്നല്ലേ സ്റ്റീഫൻ ദേവസിയുടെ കിച്ചടി പിടിച്ചാ. ഞാൻ നേരത്തെ അറിയാതെ ഉടക്കി സംസാരിച്ചതാണ്. അതായത് ഒരു 15 വർഷം ആയിട്ട് ഞാൻ അവളെ സ്നേഹിച്ചോണ്ടിരിക്കും. ഈ സ്നേഹിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അവൾക്ക് ഒരുപാട് ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ കൊടുത്തു. പക്ഷെ അതിന്റെ ഒരു അവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവോ? ഏകദേശം മനസ്സിലാവുന്നുണ്ടെന്നുള്ള കാര്യം എനിക്ക് പിടികിട്ടിട്ടുണ്ട്.
മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞ അവസ്ഥ എന്താണ്? ബാത്റൂം ബാത്റൂം അത് ഞാൻ പറഞ്ഞു വന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കും. വേറെ അല്ല സ്റ്റീഫൻ ദേവസി അത് എന്ത് സാധനം എന്താ കിച്ചടിയാ കിച്ചടി അത് വയറ്റിനെത്തി പ്രശ്നം എന്ത് പ്രശ്നം? അല്ല കുഴപ്പമില്ല നിങ്ങൾ പറഞ്ഞത് എനിക്ക് തന്നെയല്ലേ കെട്ടിച്ചു തരേണ്ടത്. അത് പിന്നെ കെട്ടിച്ചേരണം കെട്ടിച്ചേർന്നത് എനിക്ക് തന്നെയാണ്. അതെ അതായത് ഞാൻ ചെന്നപ്പോഴത്തേക്ക് എല്ലാരും ഈ കാര്യം അറിഞ്ഞു. എന്ത് അവര് പറഞ്ഞത് അവർക്ക് നേരിട്ട് കാണണമെന്നാ. ഇത് കാണാൻ വേണ്ടി എന്തോ സംഭവം ഇത്? അല്ല അതല്ലെന്ന് ഞാൻ പറഞ്ഞില്ല, ഗോപി മാഷിന്റെ മോൻ ഗോപി മാഷിന്റെ മോൻ ഇപ്പൊ എന്താ വേണം? അവര് മുമ്പ് ഇതൊന്ന് വർക്ക് ചെയ്യണം. അത് ഞാൻ അറിയോ? അല്ല, എനിക്ക് ഇപ്പൊ അതിനുള്ള ഒരു സിറ്റുവേഷൻ അല്ല ഞാൻ പറയുന്നതേ. അല്ല ഒരു കീച്ച് അവർ കാണാൻ വേണ്ടി നിൽക്കുകയാണ്. ഞാനേ ഇപ്പൊ വേറെ ഞാൻ പറഞ്ഞില്ലേ ഈ സ്റ്റീഫൻ ദേവസി ആകെ വിഷയം അതല്ല അല്ല എനിക്ക് പ്രശ്നമായിട്ട് വന്നു. അല്ല ഞാൻ പറയട്ടെ ഇത് അല്ല അതിനുള്ള സമയം അല്ല. അല്ലല്ല ഇത് ഒരു കീച്ച് ഒരു കീച്ച് കുളിക്കലെന്ന് പറഞ്ഞില്ലേ പേരിടുന്നതിന് നമ്മളെ കല്യാണമല്ലേ? അങ്ങനെയാണ് ഞാൻ പറയാം അങ്ങനെയാണ് അങ്ങനെ ഞാൻ പറഞ്ഞു വായിച്ചാണ് അങ്ങനെയാണ്. നേരെ അവർ കാണട്ടെ മതി മതി മതി. അങ്ങനെ ഒരുത്തന്റെ ശല്യം ഒഴിവാക്കി വിട്ടു. ബാക്കിയുള്ളവർക്കുള്ള പണിയും കൂടെ ഞാൻ കൊടുത്തു വെച്ചിട്ടുണ്ടല്ലോ. എല്ലാ പണിയും കൊടുത്തു നിൽക്കുന്നവരാണ് ഈ ഞാൻ. മക്കളെ ആകെ വിഷയമാണ്. എന്തുപറ്റി? നമ്മളെ കല്യാണ ചെറുക്കയില്ലേ, ആ കല്യാണ ചെറുക്കനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എന്തിനി? അവന് വൈകിട്ട് പ്രശ്നമായിട്ട് ഞാൻ ഡോക്ടറോട് ചോദിച്ചാൽ പറഞ്ഞു 24 മണിക്കൂർ കഴിയാതെ ഒന്നും പറയാൻ പറ്റൂല. ആണോ? അതുകൊണ്ട് കുടുംബത്തിന് മാനം രക്ഷിക്കാൻ നീ എന്നെ അവനത് കെട്ടണം. ഒന്നങ്ങോട്ട് നിന്ന് ഞാനൊന്ന് ആലോചിച്ചോട്ടെ. കൂട്ടുകാരുള്ളതുകൊണ്ടുള്ള ഗുണങ്ങളെ പായസത്തിനകത്ത് നേരെ ഈ സാധനം കലക്കി കൊടുത്തു. അവനെ ഞാൻ ഹോസ്പിറ്റലിലാക്കി. എനിക്ക് പിന്നെ ഓർമ്മ അടിച്ച അതെ ഞാൻ അടിച്ചിട്ട് കല്യാണപ്പത്തിലോട്ട് സമയമില്ല മുഹൂർത്തം. പിന്നെ നമ്മുടെ കുടുംബത്തിന് ഒരിക്കലും ഒരു ചീത്ത പേര് ഞാൻ ഉണ്ടാക്കത്തില്ല മാമ. അതുകൊണ്ട് തന്നെ ഞാൻ മാമന്റെ കൂടെ വന്നിരിക്കും. എനിക്ക് ഹാപ്പിയായി മാമ. അതെ എല്ലാരും പറഞ്ഞല്ലോ ചെറുക്കന് പ്രശ്നമായി. അതുകൊണ്ട് ഞാൻ തന്നെ ഇപ്പൊ ഇവിടെ ആ പെണ്ണിനെ കെട്ടാനായിട്ട് പോവാ. കേട്ടാ എല്ലാവർക്കും നന്ദി. ഓക്കെ മാമ നീ കൊണ്ടുവന്ന് ആദ്യം തന്നെ ഒന്ന് അനുഗ്രഹം പിടിക്കും. അനുഗ്രഹം നന്നായി വരും. എന്ത് പറ്റടാ ഞാൻ സമയല്ലടാ വാള. ഞാനിപ്പോ സന്തോഷത്തില്ലേ മദ്യം കുടിച്ചായിരുന്ന പിന്നെ ഇപ്പൊ അടിച്ചു. എന്നിട്ട് ഞാൻ എന്തെങ്കിലും എടുത്ത് നക്കിയാ സ്റ്റീഫൻ ദേവസിയുടെ പച്ചടി. സ്റ്റീഫൻ ദേവസിയാ? അയ്യോ എന്താ ഞാൻ കല്യാണ പന്തലിലേക്ക് വരത്തില്ല. കല്യാണ പന്തലിലോട്ട് വന്ന ഒരു ഫ്യൂഷൻ ഉറപ്പാ.